ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 3, പേജ് നമ്പർ 708. മമ യോനിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവഃ സർവഭൂതാനാം തതോ ഭവതി ഭാരത. പദാനുപദം. ഭാരത, ഹേ ഭാരത, മഹത് മഹത്തായ മൊത്തത്തിലുള്ള ഭൗതികമായ നിലനിൽപ്പ്, ബ്രഹ്മ ബ്രഹ്മം, മമ എൻ്റെ, യോനിഹി യോനി ആകുന്നു, തസ്മിൻ അതിൽ, അഹം ഞാൻ, ഗർഭം ദധാമി ബീജത്തെ നിക്ഷേപിക്കുന്നു, തതഃ അതിൽ നിന്ന്, സർവഭൂതാനാം സർവഭൂതങ്ങളുടെയും, സംഭവഃ ഉത്പത്തി, ഭവതി ഭവിക്കുന്നു, വിവർത്തനം. അല്ലയോ ഭാരത, ബ്രഹ്മമെന്നു പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്തയത്രേ ജനനത്തിനു കാരണം. അത് എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു. ഭാവാർത്ഥം. ലോകത്തിൻ്റെ ഒരു വിവരണമാണിത്. ക്ഷേത്രജ്ഞരുടെ അഥവാ ശരീരത്തിൻ്റെയും ജീവാത്മാവിൻ്റെയും സംയോഗത്താലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഭൗതിക പ്രകൃതിയും ജീവസത്തയുമായുള്ള സംയോഗം സാധ്യമാക്കുന്നത് സർവേശ്വരൻ തന്നെയാണ്. മഹത് തത്വമാണ് സമഗ്ര വിശ്വാവിഷ്കാരത്തിൻ്റെയും കാരണം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളടങ്ങിയ സമഗ്ര ഭൗതിക തത്വത്തെ ചിലപ്പോൾ ബ്രഹ്മം എന്ന് വിളിക്കാറുണ്ട്. പരമപുരുഷൻ സമഗ്ര ഭൗതിക തത്വത്തെ പൂരിതമാക്കുകയും അങ്ങനെ എണ്ണമറ്റ വിശ്വാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മഹത്തത്വമെന്ന ഈ ഭൗതിക സത്തയെ വൈദിക സാഹിത്യങ്ങൾ ബ്രഹ്മൻ എന്നാണ് വിവരിക്കുന്നത്. തസ്മാത് ഏതത് ബ്രഹ്മനാമരൂപം അന്നം ച ജായതേ. മുണ്ടകോപനിഷത്ത് 1:19. പരമപുരുഷൻ ബ്രഹ്മത്തെ ജീവസത്തകളുടെ ബീജങ്ങളാൽ പൂരിതമാക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു മുതലായ 24 മൂലകങ്ങളും ഭൗതികശക്തി മാത്രമാണ്. അവ മഹത്തായ ബ്രഹ്മത്തിൻ്റെ ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളാണ്. 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ
ഇവയ്ക്കതീതമായ ജീവസത്തയെന്ന മറ്റൊരു ഉത്കൃഷ്ട പ്രകൃതിയുണ്ട്. ഈ ഉത്തമ പ്രകൃതി പരമദിവ്യോത്തമ പുരുഷന്റെ ഇച്ഛയാൽ ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തുകയും അങ്ങനെ ജീവജാലങ്ങളെല്ലാം ഭൗതിക പ്രകൃതിയിലുളവാകുകയും ചെയ്യുന്നു. അരിക്കൂമ്പാരത്തിൽ തേൾ മുട്ടയിടാറുണ്ട്. ചിലർ കരുതും ആ അരിയിൽ നിന്നാണ് തേളുകൾ പിറക്കുന്നതെന്ന്. അത് വാസ്തവമല്ല. പെൺതേൾ അരിയിൽ മുട്ടയിടുകയാണുണ്ടായത്. അതുപോലെ ജീവജാലങ്ങളുടെ ഉത്പത്തിക്ക് കാരണം ഭൗതിക പ്രകൃതിയല്ല, ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടികളെന്ന മട്ടിൽ പുറത്തു വരുന്നുവെങ്കിലും അവയ്ക്ക് ബീജപ്രദാനം ചെയ്തത് ഭഗവാൻ തന്നെ. എല്ലാ ജീവികൾക്കും തങ്ങളുടെ പൂർവകർമ്മങ്ങൾക്കനുയോജ്യമാം വണ്ണം സുഖമോ ദുഃഖമോ അനുഭവിക്കാൻ വേണ്ടി ഭൗതിക പ്രകൃതി സൃഷ്ടിക്കുന്ന വ്യത്യസ്ത ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ഈ ഭൗതിക ലോകത്തിലെ സകല ജീവസത്തകളുടെ ആവിർഭാവത്തിനും കാരണം ഭഗവാൻ തന്നെ. ഹരേ കൃഷ്ണ.